ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MSN ട്രോൾ സീരീസുമായിട്ടാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഒരു വീട് ബിൽഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയല്ല, ഇത് നമ്മൾ MSNൻ്റെ ബോർഡിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആരും പേടിക്കേണ്ട, ഇവിടെ ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. ഇവിടെ നമ്മുടെ സ്പോൺ അതുപോലെ തന്നെ ഉണ്ട്. സ്പോണിന് കുഴപ്പമൊന്നുമില്ല. സ്പോണിൽ പുതിയൊരു ബിൽഡ് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് പണിഞ്ഞൊരു ബിൽഡാണ്. സോൾ കിങ് ആണ് പണിഞ്ഞത്. പിന്നെ ഞാനും ഷെനഫിലും കൂടെ ഡെക്കറേറ്റ് ചെയ്തു. അപ്പം ഇത് ചെറിയൊരു ഊട്ടുപരത്തെ സെറ്റപ്പാണ് പുള്ളി ഉദ്ദേശിച്ചത്. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ അതാണ് സംഭവം. ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധനം തന്നെ വെച്ച് സദ്യയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയ പാത്വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്പോയിലറാണ്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലിബ്രേഷൻ ഏരിയയാണ്. അപ്പം നമ്മളെ ഓണം സെലിബ്രേഷനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പണിഞ്ഞിട്ടുണ്ട്. കുറച്ച് സംഭവം അവിടെ പണിയാനുണ്ട്. അപ്പം ഇവിടെ ടണൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും, ഓണം സെലിബ്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ആരൊക്കെയോ വീട് പണിഞ്ഞിട്ടുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമ്മളുടെ വീട് പണിയുന്ന ഒരു ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇവിടെ എഫ് ഗെയിമിങ് വീട് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഫ് ജിയുടെ വീട് ഇവിടെ നിന്നാൽ തന്നെ കാണാം. സ്പോണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. നമ്മളെ റെൻഡർ ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലാണെങ്കിൽ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം എഫ് ജിക്ക് വീട് ഇവിടെയാണ് കൊടുത്തത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവരൊക്കെ അറിയാം, എഫ് ജിക്ക് നമ്മൾ വീടിൻ്റെ പ്ലോട്ട് ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കൊടുത്തൊരു സ്ഥലമാണിത്, നമ്മുടെ എഫ് ജിക്ക് കിട്ടിയ സ്ഥലം. പക്ഷേ ഇത് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്? ഓക്കെ, എൻട്രൻസ് ഇവിടെ ആയിട്ടാണ് ഗൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ എഫ് ഗെയിമിങ്ങിൻ്റെ വീട്. ഇതിൻ്റെ ഓക്കെ, ഇവിടെ ചെറിയ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് കുളിച്ചേക്കാം. നമ്മളൊരു സെർവർ കയറിയിട്ട് ഇതുവരെ കുളിച്ചില്ല. ഓക്കെ, നമ്മൾക്ക് വീടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ കുളിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഇത്ര ഇഷ്ടം പോലെ കുളവും കായലും ഒക്കെ ഉണ്ടായിട്ട് കുളിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ചാനലിൽ പുതിയതായിട്ട് ഇത് ഏതെങ്കിലും കൂട്ടുകാരായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. അപ്പോൾ നമ്മൾ കുറേ നാൾ കൊണ്ട് റോഡ് ടു 2K എന്ന് പറയുന്നു. നിങ്ങൾ സബ് ചെയ്ത് പെട്ടെന്നൊന്ന് 2K എത്തിച്ചുക ഗൈസ്. നമുക്ക് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും അവൻ ചെയ്തിട്ടില്ല. ചെറിയൊരു എന്തുവാ ഈ സാധനത്തിന് പറയുന്ന പേരെന്ന് പറയുന്നത്, എന്തോ ഒരു ഫയർ, ആ സാധനം അതുണ്ട്. ഇവിടെ കുറേ ചെസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. എന്താവശ്യത്തിനെന്ന് അറിയത്തില്ല, എന്നാലും വെച്ചിട്ടുണ്ട്. എന്തായാലും ട്രോൾ ചെയ്യാനുള്ള വീടാണ്. ഞാൻ എന്തായാലും ഫസ്റ്റ് ട്രോൾ ചെയ്ത് തുടങ്ങുന്നില്ല. ആരെങ്കിലുമൊക്കെ ട്രോൾ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ സെർവറിൽ ആരോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ലൊക്കേറ്റർ ബാറിൽ കാണാം. അത് വേറെ ആരുമല്ല, എൻ്റെ അക്കൗണ്ട് തന്നെ, ജാവ അക്കൗണ്ടാണ്. അത് ഞാൻ അവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. സെർവർ ഓഫായി പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ ചെറിയ ബുക്ക് ഷെൽഫൊക്കെ വെച്ച് അവൻ ചെയ്തിട്ടുണ്ട് സംഭവം. ഇതെന്തുവാ അത്? സാധനം ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ തോന്നെ സമയം എടുക്കും ഗൈസ്. എനിക്കറിയത്തില്ല എന്തിനാണെന്ന്. നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ ഒരു ക്രീപ്പറിൻ്റെ തലയുടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബെഡ്റൂമാണ്. ഓക്കെ, ഇതെന്തുവാടാ ഇതെന്തുവാണ്? അവൻ പുറത്തുനിന്ന് ബയോം എടുത്ത് അകത്തോട്ട് കൊണ്ടുവച്ചാ. അത് കൊള്ളാം കേട്ടാ സംഭവം. ഓക്കെ, നമ്മൾ ടൂൾസോടെ ടൂൾസൊക്കെ കയ്യിലുണ്ട്. ഓക്കെ, ഇത് മതി. നമ്മളിപ്പം പോർക്ക് ചോപ്പ് തിന്നുന്നുള്ളൂ. ആക്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ആക്സ് അവിടെ ഇരിക്കട്ടെ. അയ്യോ, വെറുതെ ഗ്ലോബറി എടുത്ത് ഓക്കെ, സീനില്ല. നമുക്ക് ഇവിടെ നിന്ന് എടുത്തങ്ങ് ചാടാം. അപ്പോൾ ഇനി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഷനഫിലിൻ്റെ ബേസാണ്. വേറെ ആരുടെ വീട് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഈ ഒരു ഓണം പരിപാടിക്ക് മുമ്പേ വീട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇവന്മാർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മിക്കവാറും എല്ലാവരും ഒന്നും കംപ്ലീറ്റ് ആവത്തില്ല കേട്ടോ. സോൾ കിങ് അവിടെ വീട് പണിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ നേരത്തെ പോയി നോക്കിയിട്ടാണ് വന്നത്.
സോൾ കിങ്ങിൻ്റെ വീട് കംപ്ലീറ്റ് ഒന്നുമല്ല. പിന്നെ ഷനഫിലാണ് ഇവിടെ വീട് സെറ്റാക്കി വെച്ചേക്കുന്നത്. ഏറ്റവും ആദ്യം ഷനഫിലാണ് പണിഞ്ഞത്. ഓക്കേ, ഭയങ്കര വിശപ്പ് ഗൈസ്, എന്ത് ചെയ്യാനാ. ഓക്കെ, ബ്രെഡൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഷനഫിൻ്റെ ബസ്. ഇവന് നല്ല കിടിലം പണി മിക്കവാറും കിട്ടും. ഓക്കെ. ഓ എൻ്റെ മോനെ, ഏതാ കിടിലം വീട്, ഇഷ്ടപ്പെട്ടെനിക്ക്. ഷനഫിൽ എപ്പോഴും സാധാരണ ഒരുമാതിരി വൃത്തികെട്ട വീടാണ് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം എന്തായാലും നല്ല ഒരു സെറ്റപ്പ് വീടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. ഇത് നമ്മുടെ വില്ലേജസ്. പക്ഷേ എഫ് ഗെയിമിങ്ങിൻ്റെ വീട്ടിലിരുന്ന പെയിൻറ്റിങ് എന്തിനാ, അത് ഡീകോഡ് ചെയ്യാൻ തന്നെ ഭയങ്കര പാട്. ഇതൊരു സാധനം എന്താ എനിക്ക് അറിയാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, അവിടെ കുറേ ഫർണസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബെഡുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം, ആയിരിക്കും നല്ലത്. നമ്മളെ വീടിൻ്റെ അടുത്താണ്, അതുകൊണ്ട് നമുക്ക് അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഒരു സ്വിമ്മിംഗ് പൂള്, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, എല്ലാവരും ചെറിയ ചെറിയ വീടാണ് പണിഞ്ഞേക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ട്രോൾ സെർവറാണ്. ട്രോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വലിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ അവന്മാർ കിടന്ന് അതിന് സെഡാവും ഗൈസ്. അതുകൊണ്ടാണ് തോന്നുന്നു പണിയാത്തത്. ഓക്കെ, പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ GTയുടെ വീട്. GT പണിഞ്ഞിട്ടില്ല. ഓക്കെ, GT വീടൊന്നും സെറ്റാക്കിയിട്ടില്ല. അവൻ വഴി സെറ്റാക്കിക്കോളും. GT സാധാരണ നേരത്തെ പണിയുന്നതാണ്. എന്തെങ്കിലും തിരക്ക് കാണും, ആരെങ്കിലും GT കയറാത്ത. ഓക്കെ, സീനില്ല. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബേസ് ഇവിടെ ഉണ്ട്, നമ്മുടെ ബേസ് ഏരിയ. ഇനി ഇവിടെ നമുക്കൊരു വീട് പണിയണം. അപ്പോൾ അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ നമുക്ക് ടൈം ലാപ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു വീടൊന്ന് പണിഞ്ഞ് സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ വീട് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ വീട് കാണണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ വീട് കാണണ്ടേ? നോക്കൂ, ഇതൊക്കെയാണ്. അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ വീട് ഇതാ ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു എക്സ്റ്റീരിയർ മാത്രം പണിഞ്ഞു വെച്ചിട്ടുണ്ട്, സ്ട്രക്ചർ മാത്രം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, സെറ്റാണ്. യെസ്, ബെഡ് പോലും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു എക്സ്റ്റീരിയർ മാത്രം ചെയ്തിട്ടുണ്ട്. അതിനുള്ള സമയമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ സെറ്റാണ്. അതെ, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇനി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അകത്ത് വെട്ടം പോലും ഇല്ല, ലാൻഡൺ പോലും തൂക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ വീടങ്ങനെ പണിഞ്ഞ് കംപ്ലീറ്റ് ആക്കി, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സ്റ്റീരിയറിൽ പണിഞ്ഞല്ലോ, ഇൻറ്റീരിയറൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കി വെച്ചേക്കാം. അപ്പം ബാക്കി നമ്മളെ വീട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് ടു 2K ആണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ മറ്റു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് സൈനിങ് ഓഫ്. ബൈ.